വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ ഒറ്റ രാത്രി കൊണ്ട് 130 ഉക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും അതിൽ 15 മോസ്കോയിലേക്ക് പോയതാണെന്നും അറിയിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. തലസ്ഥാനത്തേക്കുള്ള യാത്രാമധ്യേ 4 ഉക്രൈനിയൻ ഡ്രോണുകൾ കൂടി തിങ്കളാഴ്ച രാവിലെ വെടിവെച്ചിട്ടതായും അടിയന്തര സേവനങ്ങൾ സ്ഥലത്തുണ്ടെന്നും മോസ്കോ മേയർ സെർജി സോബിയാനി പറഞ്ഞു. റഷ്യൻ തലസ്ഥാനത്തേക്ക് ഉക്രൈനിയൻ സൈന്യം ഇടയ്ക്കിടെ ഡ്രോണുകൾ അയക്കാറുണ്ട്. ഇത് പലപ്പോഴും തലസ്ഥാനത്തെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താറുണ്ട്. മോസ്കോയിലെ ഡൊമോഡെഡോവോ, സുക്കോവ്സ്കി വിമാനത്താവളങ്ങൾ രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തുള്ള മറ്റ് നിരവധി റഷ്യൻ വിമാനത്താവളങ്ങളോടൊപ്പം പ്രവർത്തനം നിർത്തിവെക്കാൻ നിർബന്ധിതരായതായി റഷ്യൻ വ്യോമയാന നിരീക്ഷണ ഏജൻസിയായ റോസാവിയറ്റ്സ് പറഞ്ഞു. രാത്രിയിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ഫലമായി ഒരു വൈദ്യുതി ലൈൻ തകർന്നതായി തെക്കൻ റോസ്തോവ് മേഖലയുടെ ഗവർണർ യൂറിസ് റൂസർ പറഞ്ഞു. അതേസമയം റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് കഴിഞ്ഞ മാസം മാത്രം ഈ യുദ്ധത്തിൽ 25,000 പേർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും സൈനികരായിരുന്നുവെന്ന് പ്രസിഡന്റ് വെളിപ്പെടുത്തുകയും ചെയ്തു. തുടർച്ചയായ രക്തച്ചൊരിച്ചിലിൽ അദ്ദേഹം കടുത്ത നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ശത്രുത ഉടനടി അവസാനിപ്പിക്കാനുള്ള തന്റെ ശ്രമം ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി, കൊലപാതകം നിർത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ മാസം 25,000 സൈനികർ മരിച്ചു. അത് നിർത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ 3ാം ലോക മഹായുദ്ധങ്ങളിൽ കലാശിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എല്ലാവരും ഇതുപോലുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരു 3ാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കും. അത് സംഭവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രാഥമിക മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നതിനാൽ ട്രംപ് ഒന്നും നേടാത്ത മീറ്റിംഗുകൾ കണ്ട് മടുത്തുവെന്നും വാക്കുകളല്ല ഫലങ്ങളാണ് ആഗ്രഹിക്കുന്നതെന്നും ലിവിറ്റ് പ്രസ്താവിച്ചു. ഈ യുദ്ധത്തിന്റെ ഇരുവശങ്ങളിലും പ്രസിഡന്റ് അങ്ങേയറ്റം നിരാശനാണ്. കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചകൾ അദ്ദേഹത്തിന് മടുത്തു. കൂടുതൽ സംസാരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. നടപടിയെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം സമാധാന ശ്രമങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്ന് അവർ സ്ഥിരീകരിച്ചു. ബുധനാഴ്ച ട്രംപ് യൂറോപ്യൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും സംഘവും ഇരുപക്ഷവുമായി നേരിട്ട് ചർച്ചകൾ തുടർന്നു. അതേസമയം ട്രംപിന്റെ കീഴിൽ ഉക്രൈനിലുള്ള നേരിട്ടുള്ള സൈനിക സഹായം അമേരിക്ക നാടകീയമായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. പകരം മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്ക് കീവിനു വേണ്ടി അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.